ബ്രോ ഇതൊക്കെ റിവ്യൂ പറയേണ്ട ആവശ്യം എന്നാലും തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ മറക്കാൻ പറ്റൂല അമ്മാരി എക്സ്പീരിയൻസ് തുടക്കം തൊട്ട് അവസാനം ഫാൻസ് ഓണായിരിക്കല്ലേ. എന്റെ തൊണ്ട പോയി ബ്രോ, ഞാൻ വിളിച്ച് തൊണ്ട അത്രയ്ക്ക് ഓറയായിരുന്നു. ഓർക്കയിൽ നമ്മൾ ചില ഫൈറ്റ് സീനൊക്കെ വരുമ്പോൾ ആ ഒരു ഗുമ്മില്ലായിരുന്നു, പക്ഷെ എന്നാലും ഓറ വാസ് ഡിഫറെന്റ്, അടിപൊളിയായിരുന്നു ബ്രോ. ലാലിന്റെ പഴയ ലാലിന്റെ വീണ്ടും നേരത്തെ നമ്മൾ കണ്ടു തുടരത്തിലൂടെ, വീണ്ടും നമ്മൾ കണ്ടു. സൂപ്പർ ബ്രോ, സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു അവനിക്ക്. തിയേറ്ററിൽ നിന്ന് കത്തിയേട്ടാ, ഒരു രക്ഷയില്ലായിരുന്നു. മറ്റേ പാട്ടൊക്കെ കാണണം. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഫാൻസുകാർക്ക് കാണാൻ വേണ്ടിയുള്ള ഒരു പടമാണ്. ഒരുപാട് തവണ കണ്ടിട്ടുള്ള പടമാണ്, പക്ഷെ റിപ്പീറ്റ് വാലിയാണ്. കാരണം ഒരു മിനിറ്റ് പോലും ബോർ അടിച്ചിട്ടില്ല. നമ്മൾ ഫോണിൽ കണ്ട് തിയേറ്ററിൽ കാണുമ്പോൾ എങ്ങനെയുണ്ട്? തിയേറ്ററിൽ കാണുമ്പോൾ വേറെ എക്സ്പീരിയൻസ് ആണ്. അത് ഗംഭീരമായിരുന്നു, ഒരു മാറ്റം ഇല്ലായിരുന്നു. അടുത്ത നരസിംഹ റീ റിലീസിന് വേണ്ടി വെയിറ്റ്. 2007 ഞാൻ തിയേറ്ററിൽ കണ്ടാണ്. ഇവിടെ 2-3 പ്രാവശ്യം കണ്ടതാണ്. വിഷു സീസൺ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ റീമാസ്റ്റർ കണ്ടപ്പം ഭയങ്കര സന്തോഷം. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട്. അറ്റ്മോസ്ഫിക്സ് ഒക്കെ നല്ല രസമായിരുന്നു. പാട്ടുകളൊക്കെ തിയേറ്ററിൽ ഏരിയസിൽ കാണാൻ നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും സന്തോഷം ഭയങ്കര വൈബിൽ കാണാം. ഇന്നലെ ഒരു സിനിമ കണ്ടിട്ട് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. അപ്പോൾ ആ വിഷമം മുഴുവൻ ഈ സിനിമ കണ്ടപ്പോൾ ഇന്ന് മാറി. വീട്ടിലെ എക്സ്പീരിയൻസ് നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാൽ ഇപ്പോൾ ഈ ഒരു FTFS ഓളം പറ്റി റീമാസ്റ്റർ ചെയ്ത് 4K വേർഷൻ അടിപൊളി എക്സ്പീരിയൻസ്. നമ്മളൊരു പുതിയ സിനിമ കാണുന്ന പോലൊരു അന്യ എക്സ്പീരിയൻസ്. കിടുക്കി കിടിലൻ എക്സ്പീരിയൻസ്. നമ്മൾ ചെറുപ്പത്തിൽ ഈ പടം കണ്ടുമ്പോൾ കിട്ടുന്നേക്കാളും വിഷ്വൽ ക്വാളിറ്റി കുറച്ചുകൂടെ 4K ആക്കി ഡോൾബി അറ്റ്മോസ് സൗണ്ടിൽ എന്താ പറയുക, ഈ ഫാൻസിൻ്റെ ഇടയിൽ കാണാൻ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യുന്ന പടം. ഈ ത്രൂ ഔട്ട് എൻ്റർടൈനാണ് ഈ പടം. അന്ന് വൈബ് എന്നുള്ള ഇല്ലാത്തൊരു കാലത്ത് വൈബ് എന്താണെന്ന് കാണിക്കുന്ന ത്രൂ ഔട്ട് പടമുണ്ട്. ഫുൾ എൻജോയ്മെൻറ്റ് ചെയ്ത് സോങ്സിനൊക്കെ നല്ല ഡാൻസ് ചെയ്ത് നമുക്ക് ആ കിട്ടുന്ന സീനെ എലിവേറ്റ് ചെയ്യാം. എല്ലാം അടിപൊളിയായിരുന്നു. കൂടാതെ നമ്മുടെ മണിമല രാജാട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ സന്തോഷം എല്ലാം ഗംഭീരമായിരുന്നു. അടിപൊളി തന്നെയായിരുന്നു. കുറേ നാളുകൂടി ഇങ്ങനെ എല്ലാവരും സ്ക്രീനിൽ തിരിച്ചു കാണാൻ കലാമണി സൂപ്പർ ആയിരുന്നു. ശരിക്കും മിസ് ചെയ്ത്. ജഗതി അടിപൊളി തന്നെയായിരുന്നു. എല്ലാരും നല്ല വൈബായിട്ട് തന്നെയാണ്. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കാണുന്നത് കുറെ ആൾക്കാർ ഒരുമിച്ച് കാണാൻ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ. ഇപ്പം ചെട്ടുകുളങ്ങര ആണെങ്കിലും മറ്റേ ലാസ്റ്റ് വാസ്കോഡഗാമയിൽ പാട്ടിറങ്ങി എല്ലാവരും തുള്ളൊക്കെ ചെയ്ത് രസമുണ്ടായിരുന്നു. നൈസായിരുന്നു, വൈബായിരുന്നു. പ്രത്യേകിച്ച് എയ്റ്റീസ് ഫ്ലെക്സിൽ ഈ ഒരു ഓഡിയോ വണ്ടി ഈ ഒരു വൈബില് എല്ലാരെയും കാണുമ്പോൾ നല്ല സന്തോഷം. ഒരുപാട് ഫോണിൽ കണ്ടിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അത്. നമ്മൾ ഈ കുഞ്ഞു സ്ക്രീനിൽ കണ്ടിട്ട് ആൾക്കാരുടെ കൂടെ വൈബിൽ കാണണം. ഫുൾ ക്ലാപ്പ് ആയിരുന്നു അവിടെ. വില്ലൻ ഇത്ര ഒരു ഇത് കിട്ടാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവം തന്നെയാണ്.